നമുക്കെല്ലാവർക്കും രണ്ട് വ്യത്യസ്ത ലോകങ്ങളുണ്ട്. പുറം ലോകവും ആന്തരിക ലോകവും. അതുപോലെ രണ്ട് ശാസ്ത്രങ്ങളുമുണ്ട്. ബാഹ്യലോകത്തിൻ്റെ ശാസ്ത്രം നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്ന എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. അതിനൊരു തെളിവും ആവശ്യമാണ്. ആന്തരിക ലോകത്തിൻ്റെ ശാസ്ത്രം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായ വസ്തുതകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയുമെങ്കിൽ അത് തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരിൽ നിന്നും അതിനൊരു തെളിവ് ആവശ്യമായി വരില്ല. കാരണം അനുഭവം തന്നെ തെളിയിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവും. ബാഹ്യലോകത്തിൻ്റെ ശാസ്ത്രം കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം അത് തുടർച്ചയായ പഠനമാണ്. ഒരിക്കൽ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു പരീക്ഷണം പിന്നീട് തുടർച്ചയായ പഠനത്തിൽ അല്പം മാറുകയോ അല്ലെങ്കിൽ നിരാകരിക്കപ്പെടുകയോ പോലും ചെയ്തേക്കാം. ആന്തരിക ലോകത്തിൻ്റെ ശാസ്ത്രം മാറാത്ത അനുഭവങ്ങളാണ്. ഒരു അനുഭവം മറ്റൊരു അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ഓരോന്നും അദ്വിതീയമായി നിലകൊള്ളുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആത്മീയതയെ അശാസ്ത്രീയമെന്ന് വിളിക്കുന്നത്? ആത്മീയത അശാസ്ത്രീയമെന്ന് വിളിക്കപ്പെടുന്നു കാരണം ആളുകൾ ഒരിക്കലും ഇത് അനുഭവിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യുകയോ ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു വസ്തുത വിശ്വസിക്കണമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടക്കത്തിൽ ഇത് കേവലം നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. പിന്നീട് പരീക്ഷിക്കുകയും പരീക്ഷണത്തിന് ശേഷം നിങ്ങൾക്കത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യാം. പലർക്കും ഈ സംശയമുണ്ട്. ധ്യാനവും പ്രാർത്ഥനയും പ്രവർത്തിക്കുന്നു എന്നതിന് എന്താണ് തെളിവ്? ആദ്യം അത് നിങ്ങളുടെ വിശ്വാസമായി എടുക്കുക. പിന്നീട് ഉദ്ദേശശുദ്ധിയോടെയും ആത്മാർത്ഥതയോടെയും പരീക്ഷിക്കുക. നിങ്ങളത് അനുഭവിക്കുമ്പോൾ അത് സത്യമെന്ന് നിങ്ങൾക്ക് പറയാം. ഒരിക്കൽ ഞാൻ പരീക്ഷണം നടത്തിയാൽ എനിക്ക് മുഴുവൻ ലോകത്തിനെതിരെ നിൽക്കാൻ കഴിയും. എന്നാൽ ഇത് എൻ്റെ വിശ്വാസം മാത്രമാണെങ്കിൽ അതിന് പിന്നിൽ ഒരു അനുഭവമില്ലാത്തതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞാൻ എൻ്റെ വിശ്വാസം മാറ്റിക്കൊണ്ടേയിരിക്കും. ഇത് വിശ്വാസത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ളൊരു യാത്രയാണ്. അതിനിടയിൽ പരീക്ഷണങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നു.